നമസ്കാരം. ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചരിത്രമുറങ്ങുന്ന വെളി ഗ്രൗണ്ടിലാണ്. ഇവിടെ കാർണിവലിനേക്കാളും പരേഡിനേക്കാളും ആളുകൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിസ്മയമുണ്ട്. അതാണ് എൻ്റെ മുൻപിൽ കാണുന്ന ഈ ഭീമൻ മഴമരം. ഏകദേശം 80 അടിയോളം ഉയരവും 200 വർഷത്തോളം പഴക്കവുമുള്ള ഈ മരം വെറുമൊരു മരമല്ല, കൊച്ചിക്കാരുടെ വികാരമാണ്. ആകാശം മുട്ടെ കുട നിവർത്തിയതുപോലെ നിൽക്കുന്ന ഈ പ്രകൃതിദത്ത വിസ്മയം ക്രിസ്മസ് പുതുവത്സര കാലത്ത് കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ക്രിസ്മസ് ട്രീ ആയി മാറാറുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, എന്തൊരു ശാന്തതയാണ്! ഈ ഒഴിഞ്ഞുകിടക്കുന്ന മൈതാനം കാണുമ്പോൾ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ ഇതൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദതയാണെന്ന്? ഏതാനും മണിക്കൂറുകൾ, വെറും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഈ ചിത്രം ആകെ മാറും. കൊച്ചിയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജനസാഗരം കൊണ്ട് വെളി ഗ്രൗണ്ട് നിറഞ്ഞു കവിയും. ആ വലിയ മരത്തിലെ സീരിയൽ ബൾബുകൾ മിഴി തുറക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ, ആ ആവേശം പങ്കിടാൻ ആയിരങ്ങളാണ് ഇവിടേക്ക് എത്താൻ പോകുന്നത്. ഈ ശൂന്യത മാറി ഇവിടെ ആവേശത്തിന്റെ തിരയിളക്കമുണ്ടാകാൻ ഇനി അധികം സമയമില്ല. കാത്തിരിക്കാം ആ നിമിഷത്തിനായി. പക്ഷേ ഇത്തവണ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരേ ഒരു ചോദ്യം ഇതാണ്: ഈ വർഷം ഏത് കളറാണ്? കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് നീല നിറത്തിൽ കുളിച്ചു നിൽക്കുന്ന അവതാർ സിനിമയിലെ മരത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യവിരുന്നായിരുന്നു. ആ നീല വെളിച്ചം തന്ന വൈബ് ഒന്ന് വേറെ തന്നെയായിരുന്നു. ഓരോ വർഷവും ഓരോ നിറത്തിലാണ് ഈ മരം അണിഞ്ഞൊരുങ്ങുന്നത്. ഈ വർഷം വെളി ഗ്രൗണ്ടിനെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന ആ നിറം ഏതായിരിക്കും? ഗോൾഡൻ ആണോ? അതോ മൾട്ടി കളർ ആയിരിക്കുമോ? എന്തായാലും സീരിയൽ ബൾബുകൾ മിഴി തുറക്കാൻ ഇനി അധികം സമയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം ആ മാന്ത്രിക കാഴ്ചയ്ക്കായി. അപ്പോൾ ഉറപ്പിച്ചു വെച്ചോ, ഇത്തവണ കളി മാറും. സീൻ വേറെ ലെവലായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഫോർട്ട് കൊച്ചി, ചരിത്രം ഉറങ്ങുന്ന മണ്ണ്. ഇവിടെ ഓരോ കെട്ടിടത്തിനും ഓരോ കഥ പറയാനുണ്ട്. എന്നാൽ കെട്ടിടങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ മരങ്ങൾക്കും പറയാനുണ്ട് നൂറ്റാണ്ടുകളുടെ കഥ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെളി ഗ്രൗണ്ടിലെ ഈ മഹാവൃക്ഷത്തിന് മുന്നിലാണ്. ഇതൊരു വെറും മരമല്ല, കൊച്ചിയുടെ കാരണവരാണ്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഭീമൻ മഴമരം അഥവാ റെയിൻ ട്രീ ആണിത്. ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കൊച്ചി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ വളർന്നു തുടങ്ങിയതാകാം ഈ മരം. അന്നത്തെ പട്ടാള പരേഡുകൾക്കും കുതിരക്കുളമ്പടികൾക്കും മാറിവന്ന ഭരണകൂടങ്ങൾക്കും ഈ മരം മൂകസാക്ഷിയായിട്ടുണ്ട്. ഏകദേശം 80 അടിയോളം ഉയരത്തിൽ ഒരു വലിയ കുട നിവർത്തി വെച്ചതുപോലെയാണ് ഇതിൻ്റെ നിൽപ്പ്. കൊടും വെയിലത്ത് വെളി ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നവർക്കും ക്ഷീണിച്ചെത്തുന്ന സഞ്ചാരികൾക്കും വർഷങ്ങളായി തണലേകുന്നത് ഈ സ്നേഹത്തണലാണ്. മഴ വരുമ്പോഴും രാത്രിയാകുമ്പോഴും ഇലകൾ കൂമ്പി നിൽക്കുന്ന ഇതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇതിനെ മഴമരം എന്ന് വിളിക്കുന്നത്. കാലം മാറി, കൊച്ചി മാറി. പക്ഷേ ഇന്നും തലയുയർത്തി കൊച്ചിൻ കാർണിവലിന്റെ ആവേശമെല്ലാം കണ്ടുകൊണ്ട് ഈ മുത്തശ്ശി മരം ഇവിടെ തന്നെയുണ്ട്. ഓരോ ഡിസംബറിലും ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുമ്പോൾ ഇവൻ വീണ്ടും ചെറുപ്പമാകും. ഈ മരച്ചുവട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ നീല നിറം കാണില്ല. പകരം പച്ച വിരിച്ചൊരു വലിയ കൂടാരം മാത്രമേ കാണൂ. അത്രത്തോളം വലുതാണ് വെളിയിലെ ഈ മുത്തശ്ശി മരം. ഇതിൻ്റെ ഓരോ ശാഖയും മറ്റൊരു മരത്തോളം വലിപ്പമുള്ളതാണ്. ഒരു ഭീമൻ നീരാളി കൈകൾ വിരിച്ചതുപോലെ, അല്ലെങ്കിൽ ഭൂമിയുടെ ഞരമ്പുകൾ ആകാശത്തേക്ക് പടർന്നതുപോലെയാണ് ഈ കാഴ്ച. ഇതൊരു മരം മാത്രമല്ല, കൊച്ചിയുടെ ഒരു വികാരമാണ്. എത്രയെത്ര തലമുറകളാണ് ഈ തണലിൽ പന്ത് തട്ടി വളർന്നത്. എത്രയെത്ര സൗഹൃദങ്ങളാണ് ഈ ചുവട്ടിലിരുന്ന് കഥകൾ പറഞ്ഞത്. കൊച്ചിയുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കാർണിവലിൻ്റെ ആരവങ്ങളുമെല്ലാം ഈ മരത്തിൻ്റെ ഇലകൾക്കിടയിൽ തങ്ങി നിൽപ്പുണ്ട്. പല കാലങ്ങൾ, പല ഋതുക്കൾ, ചുഴലിക്കാറ്റുകളിലും പേമാരികളും പലതവണ കൊച്ചിയെ വിറപ്പിച്ചപ്പോഴും ഒരൽപ്പം പോലും കുലുങ്ങാതെ വേരുകൾ മണ്ണിലാഴ്ത്തി ഇവൻ ഇവിടെ തന്നെ നിന്നു, വെളി ഗ്രൗണ്ടിൻ്റെ കാവൽക്കാരനായി. ഇന്നും ഈ നട്ടുച്ച വെയിലിലും നമുക്ക് കുളിരേകാൻ ഈ മരം കാത്തുവെക്കുന്ന ആ തണലുണ്ടല്ലോ, അതാണ് പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം. അതുകൊണ്ട് ഈ കാർണിവൽ കാലത്ത് ദീപങ്ങൾ തെളിയുമ്പോൾ നമ്മൾ നോക്കുന്നത് വെറും ലൈറ്റുകളിലേക്കല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രത്തിലേക്കും അതിജീവനത്തിലേക്കുമാണ്.
കാർണിവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വെളിച്ചവും പാട്ടും മാത്രമല്ല, വഴിയോരത്തെ ഈ വർണ്ണാഭമായ കാഴ്ചകൾ കൂടിയാണ്. ഉപ്പിലിട്ടതിൻ്റെ കൊതിയൂറുന്ന രുചി മുതൽ ആകാശത്തേക്ക് പറക്കുന്ന തിളങ്ങുന്ന കളിപ്പാട്ടങ്ങൾ വരെ. ഈ തെരുവ് കച്ചവടക്കാരില്ലെങ്കിൽ കൊച്ചിയിലെ ആഘോഷങ്ങൾക്കൊരു പൂർണ്ണതയില്ല. നമ്മുടെ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുന്നതും ഈ മൈതാനത്തിന് ജീവൻ നൽകുന്നതും ഇവരുടെ ഈ തിരക്കുകളാണ്. നമുക്കിതൊരു ആഘോഷക്കാലമാണ്, പക്ഷേ ഇവർക്കിത് ജീവിതമാണ്. ഒരു വർഷം മുഴുവൻ ഇവർ കാത്തിരിക്കുന്നത് ഈ ഒരു സീസണിന് വേണ്ടിയാണ്. പൊരുവെയിലത്തും രാത്രിയിലെ മഞ്ഞത്തും വിശ്രമമില്ലാതെ കച്ചവടം നടത്തുന്ന ഇവർ, അവരും ഈ കാർണിവലിൻ്റെ വലിയൊരു ഭാഗമാണ്. അവരുടെ മുഖത്തെ ചിരിയും പ്രതീക്ഷയും കൂടിയാണ് ഈ വെളി ഗ്രൗണ്ടിൻ്റെ ഭംഗി. ഇവിടെ ഇപ്പോൾ കണ്ണിന് മാത്രമല്ല, വയറിനും മനസ്സിനും വിരുന്നാണ്. പുതിയ തരം കളിപ്പാട്ടങ്ങളുമായി കുട്ടികളെ ആകർഷിക്കുന്നവർ ഒരു വശത്ത്, മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ഉപ്പിലിട്ടത് നിരത്തി വെച്ച് കൊതിപ്പിക്കുന്നവർ മറുവശത്ത്. ഈ ബഹളവും കച്ചവടക്കാരുടെ വിളി ശബ്ദങ്ങളുമില്ലെങ്കിൽ പിന്നെന്താഘോഷം? വെളി ഗ്രൗണ്ട് ശരിക്കും ഉണർന്നു കഴിഞ്ഞു. നേരത്തെ കണ്ട ശാന്തതയൊക്കെ മാറി വെളി ഗ്രൗണ്ട് ഉണരുകയാണ്. നോക്കൂ, കൊച്ചിയുടെ പല പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും കുടുംബസമേതവും സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ കാലുകുത്താൻ ഇടമുണ്ടാകില്ല. കാർണിവലിൻ്റെ യഥാർത്ഥ ആവേശം അത് ഈ ജനക്കൂട്ടത്തിലാണ്. ആരവങ്ങളും ചിരികളും കൊണ്ട് വെളി ഗ്രൗണ്ട് മുഖം മിനുക്കിക്കഴിഞ്ഞു. ഇനിയാണ് കളി, ആഘോഷം. ആ നിശബ്ദതയ്ക്ക് വിട. ജനത്തിരക്കേറുകയാണ്. ഓരോ നിമിഷവും ഇവിടെ ആവേശം കൂടിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിൻ കാർണിവലിൻ്റെ ശരിക്കുള്ള വൈബ് തുടങ്ങിക്കഴിഞ്ഞു. കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിലാണ് ഇവിടെ മാറിയത്. നോക്കൂ, നേരത്തെ ഒഴിഞ്ഞുകിടന്ന മൈതാനം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായി മാറിയിരിക്കുന്നു. കാലുകുത്താൻ പോലും സ്ഥലമില്ലാത്ത അത്രയും തിരക്ക്. കൊച്ചിയുടെ ആവേശം അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് കാർണിവൽ. ഇതാണ് നമ്മൾ കാത്തിരുന്ന ആ കാഴ്ച. വെളി ഗ്രൗണ്ട് ഇപ്പോൾ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. കൊച്ചിയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ഈ ജനക്കൂട്ടമാണ് ഈ രാത്രിയുടെ ഭംഗി. ആരവങ്ങളും ബഹളങ്ങളും കൊണ്ട് ഇവിടം പ്രകമ്പനം കൊള്ളുകയാണ്. ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത തിരക്ക്. ജനസാഗരമെന്ന് പറഞ്ഞാൽ ഇതാണ്. കൊച്ചിൻ കാർണിവലിൻ്റെ ആവേശത്തിലേക്ക് നാടും നഗരവും ഒഴുകിയെത്തിയിരിക്കുന്നു.
ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു സൂചി കുത്താൻ പോലും ഇടമില്ല. അത്രയ്ക്കും ജനമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒഴിഞ്ഞ മൈതാനം തന്നെയാണോ ഇതെന്ന് സംശയിച്ചു പോകും. ഇതാ ഇനിയാണ് ആ മാജിക്. ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയുന്ന നിമിഷം. നോക്കൂ, ഇതിലും മനോഹരമായൊരു കാഴ്ച വേറെയുണ്ടോ? കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു മക്കളെ. ആ മാസ് എൻട്രി കാണാൻ റെഡിയായിരുന്നോ? A cake is a symbol of happiness and sharing the same is a symbol of togetherness. അല്ലേ? ഒരു കേക്ക് കെട്ടിയത് മധുരം പങ്കിട്ട് നമുക്കിത് ഉദ്ഘാടനം ചെയ്തേക്കാം. റെഡി അല്ലേ? നല്ലൊരു കൈയടി അടിച്ച എല്ലാവരും കൂടെ. സ്ക്രീനിൽ കൗണ്ട് ഡൗൺ വരുമ്പോ ഓക്കെ, നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു കേട്ടോ. ഓക്കെ, here we go. ഒച്ചത്തില് 7, 6, 5, 4, 3, 2, 1. Here we go! Yes, this time is yellow. Hello. Aha. സസ്പെൻസ് പൊളിയുന്നു. കഴിഞ്ഞ വർഷത്തെ നീല വസന്തത്തിന് ശേഷം ഇത്തവണ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട് സാക്ഷ്യം വഹിക്കുന്നത് ഒരു സ്വർണ്ണ വിസ്മയത്തിനാണ്. നോക്കൂ, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ, അല്ലെങ്കിൽ വെളി ഗ്രൗണ്ടിൽ സ്വർണ്ണ മഴ പെയ്യുന്നതുപോലെ. എന്തൊരു ഭംഗിയാണിത്! ഈ കാഴ്ച കാണാൻ കാത്തുനിന്ന ഓരോ നിമിഷവും വെറുതെയായില്ല. ഇതാണ് ഫോർട്ട് കൊച്ചിയുടെ ഗോൾഡൻ നൈറ്റ്. തിങ്ങി നിറഞ്ഞ ജനസാഗരത്തിന് നടുവിൽ രാജാവിനെ പോലെ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ സ്വന്തം മഴമരം. ആയിരക്കണക്കിന് കുഞ്ഞു ബൾബുകൾ കൊണ്ട് ഇതിനെ അലങ്കരിച്ചപ്പോൾ രാത്രി പകലായി മാറിയതുപോലെ. ഈ ജനത്തിരക്കും ആകാശമുട്ട നിൽക്കുന്ന ഈ സ്വർണ്ണ മരവും. കൊച്ചിൻ കാർണിവൽ ഇതിലും മനോഹരമായി എങ്ങനെ തുടങ്ങാനാണ്? ഈ സ്വർണ്ണ വെളിച്ചം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഫോർട്ട് കൊച്ചിയിലെ ഈ മനോഹരമായ രാത്രിയിൽ നിന്ന് എല്ലാവർക്കും നല്ലൊരു ഉറക്കം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. പോകുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ കാർണിവൽ വിശേഷങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.